ബംഗാൾ ഉൾക്കടലിൽ നിലവിലുണ്ടായിരുന്ന തീവ്ര ന്യൂനമർദ്ദം ജാർഖണ്ഡിന് മുകളിൽ ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. ശക്തമായ കാറ്റിനാൽ നിലവിൽ കേരള തീരത്തുണ്ടായിരുന്ന മഴ മേഘങ്ങളുടെ സഞ്ചാര ദിശയിൽ മാറ്റം. കേരളത്തിൽ 2 ദിവസം മഴ കുറയാം. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം മഴയ്ക്ക് സാധ്യത. വരും മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തെ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇന്തോനേഷ്യയിൽ അതിശക്തമായ ഭൂകമ്പം 7.7 തീവ്രത രേഖപ്പെടുത്തി. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. നിരവധി പേർ മരിച്ചതായി സൂചന. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിന് സമീപമാണ് ഭൂകമ്പമുണ്ടായത്. ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകി. തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു തുടങ്ങി.